എൻ ശ്രീകുമാർ. എം ജയചന്ദ്രൻ, ഇതിൽ കോൺഗ്രസിൽ പ്രശ്നമൊന്നുമില്ല, അത് ഊതി വീർപ്പിക്കുന്നതാണ്. പ്രശ്നമൊന്നുമില്ല എന്നാണ് അല്ല, അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ അത് ഊതി വീർപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന എൻ ശ്രീകുമാറിന്റെ വിശദീകരണം, അതിനുള്ള മറുപടി. മഞ്ജുഷേ, ഈ താങ്കൾ തന്നെ പറഞ്ഞല്ലോ മിഷൻ 25-ന്റെ കാര്യം. അത് കഴിഞ്ഞ വർഷമായിരുന്നു, വയനാട് ശിബിരത്തിലായിരുന്നു. ആ മിഷൻ 25 അവതരിപ്പിച്ചതും തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ തന്നെയാണ് അന്ന് അവിടെ അത് അവതരിപ്പിച്ചത്. പക്ഷേ ആ മിഷൻ 25 രേഖ വയനാട് ശിബിരത്തിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കൃത്യമായ ഒരു ഏകോപനവും ആസൂത്രണവും ഉണ്ടായിരുന്നു. കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് എൻഡോഴ്സ് ചെയ്യുന്നത് വി ഡി സതീശനെ, ഇങ്ങനെ രേഖ തയ്യാറാക്കണം, അതിന്റെ ഒരു ഔട്ട്ലൈൻ എങ്ങനെയായിരിക്കണം എന്ന നേതൃത്വം ആലോചിച്ചിട്ടാണ് വി ഡി സതീശനെ ചുമതലപ്പെടുത്തിയത്. ഇതറിയാത്ത കോൺഗ്രസ് നേതാക്കളില്ല, ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് ദഹിച്ചിട്ടില്ല. വേണ്ട, അല്ല കിട്ടിയതൊക്കെ അല്ലത് അന്ന് തന്നെ ചർച്ച ചെയ്തതാ. സണ്ണിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, സണ്ണിക്കുട്ടിയോട് ചോദിക്കൂ. ഉണ്ടല്ലോ, അത് അന്ന് അത് ഏകപക്ഷീയമായി വി ഡി സതീശൻ കൊണ്ടുവന്ന മിഷൻ 25 ആയിരുന്നില്ല. അത് AICCയുടെ ഭാഗമാണല്ലോ കെ സി വേണുഗോപാൽ. അദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ മിഷൻ 25 വന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കാർക്കും അന്നും ഇന്നും തർക്കമില്ല, അല്ലെങ്കിൽ അന്വേഷിച്ചോളൂ. പക്ഷെ ഇപ്പോ ഈ രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞ ദിവസം കൂടി രാഷ്ട്രീയകാര്യ സമിതിയിൽ വന്ന യോഗവും അതിന്റെ ചിത്രവും മറ്റൊന്നാണ് മഞ്ജുഷ്. അവിടെ ഇത്ര ഒരു അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഏതാ മിഷൻ 25 എന്നുള്ളത് വയനാട് ശിബിരത്തിൽ രൂപീകരിച്ചതും തീരുമാനിച്ചതും. ഇവിടെ ഇത്തവണ ഇപ്പോ ഒരു പുതിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി രൂപീകരിക്കാൻ ആരാണ് തീരുമാനിച്ചത്? എവിടുന്നാണ് ആ തീരുമാനം വന്നത്? ഇതാണ് അനിൽകുമാർ ചോദിച്ചു തുടങ്ങിയത്. എന്നിട്ട് പിന്നെ പറഞ്ഞത് നിങ്ങളും അന്വേഷിച്ച് അറിഞ്ഞു കാണുമല്ലോ. ഇത് പറഞ്ഞതാരാണ്? ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും കോൺഗ്രസ് തീരുമാനം എടുക്കേണ്ടതും 2025-നെ പറ്റിയാണ്, 26-നെ പറ്റിയല്ല എന്ന് പറഞ്ഞത് ശ്രീ AK ആന്റണിയാണ് എന്ന് പറഞ്ഞാണല്ലോ അനിൽകുമാർ കാര്യങ്ങൾ വിശദീകരിച്ചത് ആ യോഗത്തിൽ. അന്വേഷിച്ചവർക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ് എന്താ അവിടെ ചർച്ച നടന്നതെന്നുള്ളത്. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അനിൽകുമാർ പറഞ്ഞില്ല എന്നാണ് ശ്രീകുമാർ പറയുന്നത്. എന്താ അനിൽകുമാർ, ഞാൻ അങ്ങനെ ചോദിച്ചോ? അങ്ങനെ സംഭവമില്ല. കോൺഗ്രസിലില്ല, CPM-ലും ഇല്ല, BJP-യിലും ഇല്ല. അത്തരം ഒരു മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ചർച്ച നടത്തിയാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഒരു നേതാവും രംഗത്ത് വരേണ്ട കാര്യമില്ല. കാര്യം മാധ്യമങ്ങൾ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ട് അങ്ങ് വലിച്ചലക്കുകയല്ലോ ചെയ്യുന്നത്. പൊട്ടും പൊടിയും ആയിരിക്കത്തുള്ളൂ എന്ന് സമ്മതിക്കുന്നു, താങ്കൾ പറയുന്നത് പോലെ തന്നെ. പക്ഷേ അതിലൊരു തരി ഉണ്ട്. ആ തരിയാണ് ചർച്ചയ്ക്ക് വരുന്നത്. ചർച്ചയ്ക്ക് വരുമ്പോൾ കൂടുതൽ അതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരും. ഈ കേസിൽ മറ്റൊരു കാര്യമുള്ളത്, കോൺഗ്രസിൽ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? കോൺഗ്രസ്സുകാർക്കെങ്കിലും കൃത്യമായിട്ട് അറിയാമല്ലോ. അവിടെ ഒരു റീ അലൈൻമെന്റ് ആണ്, റീഗ്രൂപ്പിംഗ് പോലും അല്ല. ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ്സുകാരിൽ തന്നെ. എങ്കിലും ഞാനതിനെ കാണുന്നത് ഒരു റീ അലൈൻമെന്റ് ആയിട്ടാണ്. എന്തുകൊണ്ടാണ് ആ റീ അലൈൻമെന്റ് വരുന്നത്? ആ റീ അലൈൻമെന്റ് വരുന്നത് നിങ്ങളിപ്പോൾ പറഞ്ഞ വി ഡി സതീശനാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ചർച്ചയിൽ ഉയർന്നു നിന്നത്. അദ്ദേഹത്തിന് സംഘടനാപരമായി കോൺഗ്രസ് പാർട്ടിക്കകത്ത് നേരിടേണ്ടി വന്ന ഒരു ഡീഗ്രഡേഷനാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ ചർച്ച മുഴുവനും എന്താണ് വരുന്നത്? KPCC പ്രസിഡന്റിന്റെ മാറ്റം അല്ലെങ്കിൽ KPCC പുനഃസംഘടന എന്നുള്ളത് പുറത്തു നിൽക്കുകയും അകത്ത് ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നീ 3 നേതാക്കളെ കേന്ദ്രീകരിച്ച് സാമുദായികമായി തന്നെ കേരളത്തിൽ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ചില നിലപാടുകളും തീരുമാനങ്ങളും അഫിലിയേഷൻസും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് കാണുന്നത്. സതീശന്റെ നേതൃത്വത്തിലുള്ള ബൈ ഇലക്ഷൻ ഏറ്റവും ഒടുവിലത്തെ അടക്കം വിജയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ അവിടെ വിമർശിക്കപ്പെടുകയാണ് ചെയ്യുന്നത് വ്യാപകമായി. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് പാർട്ടി നേതൃത്വത്തിന്റെ ഇംഗിതമില്ലാതെ, അതാണ് എന്നോട് പറഞ്ഞ ഒരു വാചകം, ഇംഗിതം ഇല്ലാതെ അല്ലെങ്കിൽ ഇംഗിതം ആരായാതെ ഒരു പുതിയ ഗ്രൂപ്പിനെ, പുതിയ നേതൃത്വത്തെ സതീശൻ തൻ്റെതായി സൃഷ്ടിച്ചെടുക്കുന്നു. അത് നമുക്കറിയാമല്ലോ ആരൊക്കെയാണെന്നുള്ളത്. ഷാഫിയുണ്ട്, രാഹുലുണ്ട്, അങ്ങനെ വരുന്ന ഒരു നേതൃനിരയുണ്ട്. അവരെ സതീശൻ നർച്ചർ ചെയ്യുന്നു. ഇതാണ് ഒരു പ്രശ്നം. ആ പ്രശ്നം പാർട്ടിക്ക് അകത്തോട്ട് അഡ്രസ് ചെയ്ത് പോകേണ്ടതാണ് എന്ന് കരുതുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ. ശരിയായിരിക്കാം അവരുടെ കാഴ്ചപ്പാടിൽ.
പുറത്ത് നോക്കുമ്പോൾ നമുക്കും അത് ശരിയാണെന്ന് പറയാൻ എനിക്ക് കഴിയുന്നുള്ളൂ. അതൊക്കെ കൂടുതൽ അറിയാവുന്നത് ശ്രീകുമാറിനും സണ്ണിക്കുട്ടിക്കുമാണ്, അതിന്റെ ഇന്നർ മീനിങ് എന്താണെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ കാണുന്ന ഇതാണ്, ഇപ്പോ പിന്നെ ഇവിടെ രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തി NSSന്റെ നേതൃത്വം, ജി സുകുമാരൻ നായർ പ്രത്യേകിച്ചും, അദ്ദേഹത്തിനെ ജനുവരി 2-ന് ഒന്നാം ശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ അവിടെ സതീശൻ വിളിക്കപ്പെടുന്നില്ല. അതേസമയം KC വേണുഗോപാലിനോട് അകൽച്ചയില്ല. കഴിഞ്ഞ മാസം പോലും ഡിസംബറിൽ പോലും ഞാൻ അറിഞ്ഞിട്ടുള്ളത് സുകുമാരൻ നായരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ്. ഡിസംബർ 1 KC വേണുഗോപാൽ അത്തരത്തിൽ അവർ തമ്മിൽ നല്ല റാപ്പോർട്ട് ഉണ്ട്. പക്ഷേ പിന്നെ രമേശ് ചെന്നിത്തലയാണ് വിളിച്ചത്, VD സതീശനെ അവിടെ ക്ഷണിച്ചിട്ടുമില്ല. അതെന്തുകൊണ്ടാണ്? അവിടെയാണ് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് റീഗ്രൂപ്പിംഗ് നടക്കുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ റീഗ്രൂപ്പിംഗ് റീഅലൈൻമെന്റ് ആയിട്ട് മാറിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പിന്നെ പല ഘട്ടങ്ങളിലായി ഇപ്പോൾ നിൽക്കുന്നത്. അത് കോൺഗ്രസിൽ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവുകയില്ല. കാരണം കോൺഗ്രസ് എക്കാലവും അങ്ങനെ തന്നെയാണ്. എല്ലാവരും പറയുന്നത് പോലെ ഒരു ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പതിവ് രീതിയാണ്. പക്ഷേ ഈ പതിവ് രീതിക്കകത്ത് നിന്നുകൊണ്ടാണ് VD സതീശൻ എന്നുള്ള പ്രതിപക്ഷ നേതാവ് ഏകപക്ഷീയമായ പല കാര്യങ്ങളിലും പിന്നെ തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങൾ, ശൈലികൾ, തൻ്റെ സ്വന്തക്കാരെ മാത്രം ഞാനീ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞതല്ല, ഒരു നേതാവ് തന്നെ പറഞ്ഞതുപോലെ നർച്ചർ ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ കോൺഗ്രസിൽ സാധാരണഗതിയിൽ ഇക്കാലത്ത് പതിവുള്ളതല്ല. ഇതിനോട്